മടിക്കാ കുൽഫി നമ്മൾ കൊണ്ടുവന്നിട്ട് അത് അൺബോക്സ് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ പണ്ട് ഒരു 10 വർഷം മുമ്പേ കഴിച്ചിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആണ് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷെ നല്ലൊരു മടക്കയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു സ്റ്റീലിൻ്റെ സ്പൂണും. ഇതിനിപ്പോൾ ഇതാ കണ്ടോ, നല്ല ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ല കവറിങ് ആണ്. അതിൻ്റെ മുകളിലൊരു തുണിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരും എക്സൈറ്റ്മെൻറ്റിലാണ് ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത്. കിട്ടി കേട്ടോ, തുറന്ന് ഓപ്പൺ ചെയ്തു. കുറച്ച് എന്താ പറയുക, ബദാമൊക്കെ ആണെന്ന് തോന്നുന്നു. കുറച്ച് ഡ്രൈ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടേ. അപ്പോൾ ഓരോരാളും ഓരോരോ സ്പൂണ്. ഇനിയിപ്പോൾ ഇവിടെ അടിപിടിയാണേ. എന്താണെന്ന് വെച്ചാൽ മണിക്കുട്ടിക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവൾക്ക് പ്രശ്നം ഉണ്ടാവും. എങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഞാനും കുഞ്ഞൂസും കഴിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ്, നല്ല എന്താ പറയുക, കുൽഫിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. 50 രൂപയ്ക്ക് വലിയ നഷ്ടവും കാര്യങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റ്. പിന്നെ ഒരു മടുക്ക കിട്ടി, അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് സ്പൂണും കൂടെ കിട്ടി. 50 രൂപയ്ക്ക് ഈ ഒരു മടുക്കി സ്പൂണൊന്നും എവിടെ കിട്ടാനല്ലേ. അപ്പോൾ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. കാരണം പൈസ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന സാധനങ്ങളല്ലേ, ചൂടല്ലേ, നല്ലത് കേട്ടോ.